ടൈറ്റിലെ വെറും ഒരു ഇൻട്രിഗിങ് നെയിം മാത്രമല്ല, ലിറ്ററലി ജുറാസിക് ഫ്രാഞ്ചൈസിക്ക് ഒരു പുതുജന്മമാകാൻ പോകുന്ന സിനിമയാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. എക്സ്പെരിമെന്റേഷന് പോയി ഒറിജിനൽ കോർ എലമെന്റ്സ് വരെ മറന്ന ജുറാസിക് വേൾഡ് ഡൊമീനിയന് ശേഷം പുതിയൊരു തുടക്കമായി ഈ സിനിമ വരുമ്പോൾ ഒറിജിനൽ ജുറാസിക് പാർക്ക് സിനിമ നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണമായ ആ കോർ എലമെന്റ്സും അതോടൊപ്പം ഒറിജിനൽ നോവലിൽ ഉണ്ടായിരുന്ന എന്നാൽ ഇതൊരു സിനിമയിൽ അഡാപ്റ്റ് ചെയ്ത ഐക്കോണിക് റാപ്പ് സീൻ അടക്കമുള്ള പ്ലോട്ട് എലമെന്റ്സും പിന്നെ മ്യൂട്ടൻ ദിനോസസിന്റെ ഇൻട്രൊഡക്ഷനും അങ്ങനെ പറയാൻ ഒരുപാടാണ് ഈ ഒരു സിനിമയെ പറ്റി. അപ്പോൾ നമുക്ക് ഒരു ഒറ്റ വീഡിയോയിലൂടെ ജുറാസിക് വേൾഡ് റീബർത്തിന് മുമ്പ് പറഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായി കവർ ചെയ്യാം. വെൽക്കം ടു ഷോട്ട് ഓൺ ടാക്കീസ്. ഞാൻ ശ്രീനാഥൻ ചെങ്ങന്നൂർ. ജുറാസിക് ഫ്രാഞ്ചൈസി പ്രധാനമായും 4 ആയി തരംതിരിക്കാം. ജുറാസിക് പാർക്കിന്റെ ഒറിജിനൽ 90s ട്രിലോജി, ജുറാസിക് വേൾഡ് ട്രിലോജി, ആനിമേറ്റഡ് സീരീസുകൾ, പിന്നെ ഇപ്പോൾ റിലീസ് ആവുമ്പോൾ ജുറാസിക് വേൾഡ് റീബർത്തും അതിന് ബാക്കിയായി വരുന്ന സിനിമകൾ. ബേസിക്കലി ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ യൂണിവേഴ്സിൽ തന്നെ നടക്കുന്ന സ്റ്റോറീസ് ആണ്, അല്ലാതെ റീബൂട്ടോ ഒന്നുമല്ല, എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. സോ ആദ്യത്തെ ജുറാസിക് പാർക്കിന്റെ 90s ട്രിലോജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ വേഴ്സസ് ദിനോസർ കോൺഫ്ലിക്റ്റുകൾ ഐലൻഡിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു മെയിൻ പ്ലോട്ട്. സെക്കൻഡ് പാർട്ടിൽ മാത്രമാണ് ഏറ്റവും എൻഡിൽ ദിനോസർ മെയിൻലാൻഡിലേക്ക് വരുന്നു എന്നാക്കിയത്. പക്ഷെ അതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ടൈം. അങ്ങനെ ജുറാസിക് പാർക്ക് 3ക്ക് ശേഷം ജുറാസിക് പാർക്ക് 4 എടുക്കാനുള്ള പ്ലാനുകൾ ഒരുപാട് കാലം ഉണ്ടായിരുന്നെങ്കിലും ഇവഞ്ച്വലി അത് ഇങ്ങനെ പോയി നീണ്ട് അവസാനം 2015 ജുറാസിക് വേൾഡ് എന്ന ഒരു പുതിയ തുടക്കമായി മാറുകയായിരുന്നു. നമുക്കറിയാം, ഒറിജിനൽ ജുറാസിക് പാർക്കുള്ള ജിയിൽ ആക്ച്വൽ പാർക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. ആ പാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു ആ സിനിമകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ജുറാസിക് വേൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇത്തരത്തിൽ വലിയൊരു പാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അതും പണ്ടുണ്ടായിരുന്ന റിയൽ ലൈഫ് ദിനോസേഴ്സിനെ മാത്രം തിരിച്ചു കൊണ്ടുവന്നിട്ടല്ല, ഹൈബ്രിഡ് ദിനോസേഴ്സിനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടായിരുന്നു. അതായത് 2-3 ദിനോസേഴ്സിന്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ DNA മിക്സ് ചെയ്ത് ഒരുമിച്ചാക്കുന്ന സംഭവം. അത്തരത്തിലെ ഏറ്റവും വലിയ ദിനോസർ ആയിരുന്നു ഇൻഡോമിനസ് റെക്സ്. എന്നാൽ ഇൻഡോമിനസ് റെക്സ് പുറത്ത് ചാടുകയും അതുപോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അങ്ങനെ പാർക്ക് തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് ജുറാസിക് വേൾഡ് സിനിമയുടെ ഇതിവൃത്തം. ഈ ഒരു സിനിമ വലിയൊരു കംബാക്ക് തന്നെ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു. അതും 1 ബില്യൺ ഒക്കെ തന്നെ കളക്ട് ചെയ്തിട്ട്. അതിനുശേഷം വന്ന 2 സിനിമകളിലും ഒരുപാട് നെഗറ്റീവ് ഒപ്പീനിയൻസ്, മിക്സഡ് ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ 3 സിനിമകളും 1 ബില്യൺ എന്ന ഗോൾഡൻ നമ്പർ നേടിയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ബിഗ് ആണ് ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ബ്രാൻഡ് വാല്യൂ. ജുറാസിക് വേൾഡ് ഫാളൻ കിങ്ഡം തൊട്ടാണ് ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ വീഴ്ചയെന്ന് പലരും പറയാറുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അതിന് കാരണം സ്ഥിരം ആ ഒരു പാർക്കിനകത്തെ കഥകളിൽ നിന്നും മാറി കുറച്ചുകൂടെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇൻ ദി എൻഡ് ജുറാസിക് വേൾഡിൻ്റെ ഒരു ഗ്ലോബൽ ത്രെറ്റ് കൊണ്ടുവരാൻ സാധിച്ചു എന്നത് വളരെ വലിയൊരു സംഭവമാണ്. അതായത് സിനിമയുടെ ഏറ്റവും അവസാനം ലോകമെമ്പാടും ദിനോസേഴ്സായി ജുറാസിക് വേൾഡ് എന്നത് ലിറ്ററലായി മാറിയിരിക്കുകയാണ്. സോ അത്രമേലൊരു ഗ്ലോബൽ ത്രെറ്റിൽ കൊണ്ടുവന്നൊരു ഹൈ പോയിന്റ് നിർത്തിയത് കൊണ്ട് തന്നെ ആ സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ കാണാൻ വലിയ ഹൈപ്പ് തന്നെയായിരുന്നു. അങ്ങനെയാണ് ജുറാസിക് വേൾഡ് ഡൊമീനിയൻ്റെ കടന്നു വരുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ഹൈപ്പ് പോരാഞ്ഞിട്ടാണ് ആ ഒരു ഒറിജിനൽ ജുറാസിക് പാർക്ക് ട്രിലോജിയിലെ ടീമിനെയും തിരിച്ചു കൊണ്ടുവന്നത്. സോ അത്രയും വലിയൊരു ക്രോസ് ഓവർ അല്ലെങ്കിൽ എപ്പിക് കൺക്ലൂഷനിലോട്ട് പോവുകയായിരുന്ന ഈ ഒരു ഫ്രാഞ്ചൈസിക്ക് ആക്ച്വലി ഒരൊറ്റ ജോബേ ഉണ്ടായിരുന്നുള്ളൂ. പ്രോപ്പറായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന പഴയ ജുറാസിക് പാർക്കിലെ എലമെന്റുകളും ജുറാസിക് വേൾഡിലെ എലമെന്റുകളും കമ്പൈൻ ചെയ്തിട്ട് ഒരൊന്നൊന്നര എക്സ്പീരിയൻസ് നൽകുക. പക്ഷെ അതിന് പകരം ഇവർ ലോക്കസ്റ്റിനൊക്കെ പ്ലോട്ട് കൊണ്ടുവന്നിട്ട് വേറെ എങ്ങോട്ടേക്കോ റൂട്ട് പോയി. അങ്ങനെ ആ ഒരു സിനിമ വലിയൊരു ഡിസപ്പോയിൻമെൻ്റായി മാറി. ഈവൻ എന്തോ 1 ബില്യണോളം കളക്ഷൻ കിട്ടിയെങ്കിലും ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിൽ എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയ സിനിമയാണ് ഡൊമീനിയൻ. പാളങ്കത്തിന്റെ അവസാനം വന്നിട്ടുണ്ടായിരുന്ന ഗ്ലോബൽ ത്രെറ്റ്, അതായത് ലോകമെമ്പാടും ദിനോസേഴ്സ് ഇവരും ഹ്യൂമൻസും എങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് വെറും ഒരു സപ്ലോട്ടാക്കി മാറ്റി. ലോക്കസ്റ്റും ഫുഡ് ക്രൈസിസും പിന്നെ ഹ്യൂമൻ DNA വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു രീതിയിലാണ് ഡൊമീനിയൻ പോയത്. അതുകൊണ്ട് തന്നെയാണ് ഡൊമീനിയൻ വലിയൊരു ഡിസപ്പോയിൻമെൻ്റായി മാറിയത്. ഡൊമീനിയൻ്റെ അവസാനം ഹ്യൂമൻസും ദിനോസേഴ്സും കോഎക്സിസ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് തീരുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഇപ്പോഴത്തെ ഫൈനൽ റീബർത്തിലൂടെ വരികയാണ്. സോ ബേസിക്കലി ഈ ഒരു ദിനോസേഴ്സിന് നമ്മുടെ സിറ്റി അല്ലെങ്കിൽ ടൗൺ ഈ ഒരു സെറ്റപ്പിൽ ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. സോ ദിനോസേഴ്സ് എല്ലാം കൂടെ ദ്വീപുകളിലോട്ട് പോയി, എസ്പെഷ്യലി ട്രോപ്പിക്കൽ ഐലൻഡ്സ്. സോ നിലവിലെ ജുറാസിക് വേൾഡ് ലോകം എന്ന് പറയുന്നത് സിറ്റീസും ടൗൺസിലും ഒക്കെ ആയിട്ട് ഹ്യൂമൻ സെറ്റിൽമെന്റ്സിൽ ഹ്യൂമൻസ് തന്നെയാണ് ഉള്ളത്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ട്രോപ്പിക്കൽ ഐലൻഡുകളിലാണ് ദിനോസറുകളുള്ളത്. സോ പണ്ടത്തെ സ്ഥിരം സെറ്റപ്പ് തന്നെ ദ്വീപിനകത്ത് ദിനോസേഴ്സ് ഹ്യൂമൻസ് വെളിയിലുണ്ട്. ആ ദ്വീപിനകത്തേക്ക് പോയി കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ വരിക. സോ ബാക്ക് ടു ഓൾഡ് റൂട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റീബർത്ത് എന്ന് പറയുന്നത് വെറും ഒരു പേര് മാത്രമല്ല, ലിറ്ററൽ ഫ്രാഞ്ചൈസിയുടെ ഒരു റീബർത്ത് തന്നെയാണ്. ജുറാസിക് വേൾഡ് ഡൊമീനിയയിലെ സംഭവങ്ങൾക്ക് 5 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് ജുറാസിക് വേൾഡ് റീബർത്തിൻ്റേത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ ഹ്യൂമൻസ് എല്ലാം പണ്ടുണ്ടായിരുന്ന പോപ്പുലേറ്റഡ് ഏരിയസിൽ തന്നെ താമസിക്കുമ്പോൾ ദിനോസേഴ്സ് എല്ലാം ദ്വീപുകളിൽ ജീവിക്കുന്നു. സോ 2 കൂട്ടരും തമ്മിൽ കോൺഫ്ലിക്ട്സ് കടന്നു വരുന്നില്ല. നമുക്കറിയാം, ഒറിജിനൽ ജുറാസിക് പാർക്കും പിന്നീട് ജുറാസിക് വേൾഡും സിറ്റുവേറ്റ് ചെയ്തത് ഐല ന്യൂബ്ലാറിലാണ് സൈറ്റ്. ജുറാസിക് പാർക്ക് 2 ദ ലോസ്റ്റ് വേൾഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പാർക്കിലേക്കുള്ള റിസർച്ച് ഫെസിലിറ്റിയായ ഐല സോർണയാണ് സൈറ്റ് ബി. ഇപ്പോൾ ഇവർക്ക് പോകേണ്ടത് 3ാമതൊരു ദ്വീപിലേക്കാണ്. ഇതുവരെ നെയിം റിവീൽ ചെയ്യാത്ത ഈ ദ്വീപിനെ സൈറ്റ് സി എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. പാർക്കിന് ഒരുപാട് ഡേഞ്ചറസ് ആയ, അതായത് ഒറിജിനൽ ജുറാസിക് പാർക്ക് 90s ആ ഒരു പാർക്കിന് ഡേഞ്ചറസ് ആയിട്ടുണ്ടായിരുന്ന ഫെയിൽഡ് ദിനോസർ എക്സ്പീരിയൻസിന് ഉപയോഗിച്ച് പോയൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ കണ്ട ദിനോസറുകളെക്കാൾ ഭയക്കേണ്ട ഒരുപാട് സ്പീഷീസ് ഇവിടെയുണ്ട്. അതിൽ തന്നെ മ്യൂട്ടൻ ദിനോസേഴ്സ് ഫ്രാഞ്ചൈസിലെ വലിയൊരു വഴിത്തിരിവാകും. മൾട്ടിപ്പിൾ ദിനോസർ സ്പീഷീസിനെ കമ്പൈൻ ചെയ്തുണ്ടാക്കിയ അബോമിനേഷൻസ് വരെ ഈ മ്യൂട്ടൻസിൽ പെടും.
വലിപ്പത്തിൽ ഭീകരതയും സാക്ഷാൽ ടീറക്സിനെ കടത്തി വെട്ടുന്ന ഡിസ്റ്റോട്ടസറക്സ് എന്ന ടീറക്സും പിന്നെ മ്യൂട്ടഡനുമാണ് വരാനിരിക്കുന്ന മ്യൂട്ടൻ ദിനോസൈസിൽ പ്രധാനമായും ഉള്ളത്. അപ്പോൾ ഈ ദിനോസൈസിനെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്കത് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. സോ മ്യൂട്ടൻ ദിനോസൈസിന് കടന്നുവരവ് പുതിയൊരു തുടക്കമാകുന്ന പോലെ തന്നെ ദ്വീപുകളിലേക്ക് പോകുന്നു എന്നുള്ളത് ബാക്ക് ടു ഫ്രാഞ്ചൈസിയുടെ ഒറിജിനൽ റൂട്ട്സ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒറിജിനൽ സിനിമയുടെ റൈറ്ററായിട്ടുണ്ടായിരുന്ന ഡേവിഡ് കോയപ്പിനെ തിരിച്ചു കൊണ്ടുവന്നത്, റോഗ് വണ്ണും ഗോഡ്സില്ലയും അടക്കം ഒരുപാട് സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗാരത്ത് എഡ്വേർഡ്സ് ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ. ഡൊമിനിയന് ശേഷം ഇനി സിനിമ വരുമെന്ന് പോലും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം അനൗൺസ് ചെയ്തപ്പോഴും വലിയ ഹൈപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡയറക്ടറിന്റെ റൈറ്ററിന്റെ പേര് കാരണമാണ് ഈ സിനിമയ്ക്ക് ഒരിക്കലും ഹൈപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ജുറാസിക് വേൾഡിന്റെ ലാസ്റ്റ് വന്ന 2 സിനിമകളെക്കാളും മികച്ചൊരു എക്സ്പീരിയൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് തരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ജുറാസിക് ഫ്രാഞ്ചൈസിലെ ആനിമേറ്റഡ് സീരീസുകളെ പറ്റി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ക്യാം ക്രിട്ടീഷ്യസും അതിന്റെ സീക്വലായി വന്ന കെയോസ് തിയറിയുമാണ് ഈ പറഞ്ഞ ആനിമേറ്റഡ് സീരീസുകൾ. സോ ഇത് സത്യം പറഞ്ഞാൽ വെറും ഒരു ആനിമേറ്റഡ് സീരീസ് അല്ല, മറിച്ച് ജുറാസിക് വേൾഡിന്റെ ആ ഒരു ലോകവുമായിട്ട് നല്ല രീതിയിൽ ഇന്റർകണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു സീരീസ് ആണ്. ഇപ്പോൾ 2015 ജുറാസിക് വേൾഡിന് പാരലായിട്ട് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ക്യാം ക്രിട്ടീഷ്യസിൽ ആരംഭിക്കുന്നത്. അതായത് ജുറാസിക് വേൾഡിന്റെ കഥ നടക്കുമ്പോൾ നമ്മൾ കാണാത്ത മറ്റൊരു സൈഡ് ഈ ഒരു ക്യാം ക്രിട്ടീഷ്യസിൽ കാണിച്ചിരിക്കുന്നത്. അതിന് ബാക്കിയായിട്ട് വന്നുവെന്നാണ് ഏറ്റവും അവസാനം ഇപ്പോൾ കെയോസ് തിയറി എന്ന ഒരു സീക്വൽ സീരീസും ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന റീബർത്ത് സിനിമ കാണുന്നതിന് മുന്നേ ഈ സീരീസൊക്കെ കാണുന്ന യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ അതല്ലാതെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുക, എസ്പെഷ്യലി നിങ്ങൾ ജുറാസിക് ഫ്രാഞ്ചൈസിയുടെ വലിയൊരു ഫാനാണ്. അപ്പോൾ ജുറാസിക് വേൾഡ് റീബർത്ത് കാണുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഡൊമിനിയൻ കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കഥയാണ്. ദിനോസൈസ് എല്ലാം ഇപ്പം ഐലൻഡുകളിലും ഹ്യൂമൻസ് സാധാരണ നമ്മുടെ സിറ്റി ആൻഡ് അതർ സെറ്റിൽമെൻറ്റ്സിലും ഒക്കെയാണ്. സോ രണ്ടും 2 ടെറിട്ടറീസ് ആയിട്ട് പോകുന്നു. പക്ഷേ ഇന്റർഫിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ മ്യൂട്ടൻ ദിനോസൈസിന്റെ വരവൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മ്യൂട്ടൻ ദിനോസൈസിന്റെ കേസിൽ വെറും ഒരു തുടക്കം മാത്രമായിരിക്കും റീബർത്ത് എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ട് ഫ്രാഞ്ചൈസിയുടെ വലിയൊരു അട്രാക്ഷൻ തന്നെയായിരിക്കും മ്യൂട്ടൻ ദിനോസൈസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിൽ ജുറാസിക് ഫ്രാഞ്ചൈസിയെ പറ്റി മാത്രമല്ല മറ്റു മൂവി സീരീസിലെ വീഡിയോസ് നമ്മുടെ ചാനൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇത്തരം കണ്ടന്റ് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, അതുകൊണ്ട് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.